കാരുണ്യാമൃതവാരിധിം ഗരളസത്കൂദണ്ഡപാണോജ്വലം സീതാചിത്തസരോജാജമഹീരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുദേന ലാളിതപദം ഭോജംബരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മരുതിം നമധരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ 28ാം സർഗം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സരണൻ സൈന്യത്തിനെപ്പറ്റി, വാനരസേനയെപ്പറ്റി വിശദീകരിക്കുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടത്. അത് കഴിഞ്ഞ് ആ ശുഗൻ രാവണനോട് ഇങ്ങനെ പറഞ്ഞു: മത്താർന്ന കൊലയാനകളെപ്പോലെ നിലകൊള്ളുന്ന ഈ വനരന്മാരെ എനിക്ക് കാണാൻ കഴിയുന്നില്ലേ? ഗംഗാതീരത്തെ പേരാൽ പോലെയും ഹിമവാനിലെ സ്ഥലങ്ങൾ പോലെയും നിൽക്കുന്ന ഇവർ ബലശാലികളും കാമരൂപികളും ദുസ്സഹന്മാരും ദൈത്യദാനവന്മാർക്ക് സമന്മാരുമാണ്. ദേവതുല്യ പരാക്രമികളാണ് ഇവർ. കോടി സഹസ്രവും 9, 5, 7 കോടികളും അതുപോലെ ശംഖുസഹസ്രങ്ങളും വൃന്ദശതങ്ങളും പേരുണ്ടിവർ. ഇതൊരു പഴയ കണക്കാണ്. ശംഖു എന്ന് പറയുന്നതും ഒക്കെ അത്രയധികം ഉണ്ട് ഈ വാനരസൈന്യം എന്നാണ് പറയുന്നത്. ഈ വാനരന്മാർ എല്ലാവരും സുഗ്രീവൻ്റെ ഭൃത്യന്മാരാണ്. എല്ലാവരും കിഷ്കിന്ധയിൽ താമസം ചെയ്യുന്നവരാണ്. ദേവഗന്ധർവന്മാർ ജനിപ്പിച്ച കാമരൂപികളായ ആളുകളാണ് ഇവർ. ദേവരൂപികളായ 2 യുവാക്കന്മാർ അതിനിടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾക്ക് കാണുന്നില്ലേ? മൈന്ദൻ, ദിവിതൻ എന്നാണ് അവരുടെ പേര്. പോരിലെ അവർക്ക് തുല്യരായിട്ട് ലോകത്താരുമില്ല. ബ്രഹ്മാവിൻ്റെ അനുവാദത്തോടെ അമൃതം വരെ സേവിച്ചവരാണവർ. കരുത്തുകൊണ്ട് ഈ ലങ്കയെ തകർക്കാൻ അവരാഗ്രഹിക്കുന്ന പോലെ തോന്നുന്നു. മതം പൊട്ടിയ ആനയെപ്പോലെ നിൽക്കുന്ന മറ്റൊരുത്തനെ കാണുന്നില്ലേ? ആ കുരങ്ങൻ കോപം കൊണ്ടാൽ കടൽ പോലും കലക്കാൻ പോകുന്നവനാണ്. ഇവനാണ് സീതയെയും ലങ്കയെയും അങ്ങയെയും വന്ന് കണ്ടത്. അവനെ നോക്കൂ, മുമ്പ് വന്നവൻ വീണ്ടും വന്നിരിക്കുകയാണ്. കേസരിയുടെ പുത്രൻ, വായുപുത്രൻ എന്ന് പ്രശസ്തനായ ഹനുമാൻ. അയാളാണ് ആ ലങ്കയിലേക്ക് സമുദ്രം ചാടി കടന്നത്. ഈ വാനരവീരൻ കാമരൂപിയാണ്, ബലരൂപസമന്വിതനാണ്, അടുക്കാനാവാത്തവനുമാണ്. വായുവിനെ പോലെ തന്നെ തുല്യപ്രഭാവമുള്ളവനാണ്. പണ്ട് കുട്ടിക്കാലത്ത് വിശപ്പുകൊണ്ട് ഇവൻ ഉദയസൂര്യനെ കണ്ട്, സൂര്യനെ ഞാൻ തിന്നും, എൻ്റെ വിശപ്പടങ്ങുന്നില്ല എന്ന് മനസ്സാ നനച്ച് 3000 യോജന വഴി പിന്നിട്ട് ബലഗർഭത്തോടെ മേലോട്ട് ചാടി. ദേവർഷി രാക്ഷസന്മാർക്ക് പോലും അപ്രാപ്യനായ ദേവനിൽ എത്താതെ അവൻ ഉദയഗിരിയിൽ വന്ന് വീണു. വീണ ദൃഢഹനുവായ ആ വനരൻ്റെ ഹനു പാറയിൽ തട്ടി അല്പം പൊട്ടിപ്പോയി. അതിനാൽ അവനെ ഹനുമാൻ എന്ന് ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. സ്വജനങ്ങൾ പറഞ്ഞ് എനിക്കിവനെ നേരാം വണ്ണം അറിയാം. ഇവൻ്റെ ബലമോ രൂപമോ പ്രഭാവമോ വർണ്ണിക്കേണ്ടതില്ല, കാരണം അത് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണല്ലോ. ഈ ലങ്കാപുരിക്ക് തീ കൊളുത്തിയ ആ കുരങ്ങനെപ്പറ്റി ഇനിയും കൂടുതൽ എന്താണ് പറയേണ്ടതുള്ളത്? അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പച്ച നിറമുള്ള താമരക്കണ്ണുകളുള്ള ശൂരനായ ഇക്ഷ്വാകു വംശത്തിൽ അതിരഥനും ലോകത്തിലെ വിഖ്യാത പൗരുഷനുമായ ഒരുവൻ നിൽക്കുന്നു. അവനിൽ നിന്നും ധർമ്മം വിളകുന്നില്ല. അവൻ ധർമ്മത്തെ അതിക്രമിക്കുകയും ചെയ്യില്ല. ബ്രഹ്മാസ്ത്രങ്ങളും വേദങ്ങളും അറിയുന്ന വേദവിദ് വരിഷ്ഠനാണവൻ. അവൻ ബാണം കൊണ്ട് വാനം പിളർക്കും, ഊഴി കുഴിക്കും. കോപത്തിൽ അവൻ കാലതുല്യൻ, പരാക്രമത്തിൽ ശക്രസമയം. അവൻ്റെ ഭാര്യയായ സീതയെയാണല്ലോ ജനസ്ഥാനത്ത് നിന്ന് അങ്ങ് അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അല്ലേ രാജാവേ, ആ രാമനിത അങ്ങയോട് യുദ്ധം ചെയ്യാൻ നേരിട്ട് വന്നിരിക്കുന്നു. അവൻ്റെ വലതുവശത്ത് തങ്കത്തിൻ്റെ നിറത്തോടുകൂടി വിരിഞ്ഞ മാറോടെ തുടുത്ത കണ്ണോടെ ഇരുണ്ട് ചുരുണ്ട മുടിയോടെ നിൽക്കുന്നവനാണ് ലക്ഷ്മണൻ. ജ്യേഷ്ഠൻ്റെ പ്രിയഹിതങ്ങളിൽ തത്പരൻ, നയത്തിലും യുദ്ധത്തിലും കുശലൻ, സർവശസ്ത്രധാരികളിലും ശ്രേഷ്ഠൻ, അമർഷി ദുർജയനും എല്ലായിടത്തും ജയിക്കുന്നവനും വളരെ വലിയ വിക്രമമുള്ളവനും ജയശാലിയും ബലവാനും ഒക്കെയാണ്. എന്നും രാമൻ്റെ വലത് കൈ ആണ്, അല്ലെങ്കിൽ രാമൻ്റെ ബഹിഷ്ഠര പ്രാണനാണ്. ഇവൻ രാമന് വേണ്ടി പ്രാണൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവനാണ്. അവനും യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. രാമൻ്റെ ഇടതുവശത്ത് രാക്ഷസന്മാരോടൊത്ത് നിൽക്കുന്നവനാണ് വിഭീഷണ രാജൻ. ശ്രീമാനായ രാജരാജനാൽ ലങ്കാധിപതിയായി ഇവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിന്നോട് പിണങ്ങി പോരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അവൻ. നടുക്ക് മല പോലെ നിൽക്കുന്നവനെ കാണുന്നില്ലേ? സകല മർക്കടന്മാർക്കും നാഥനും അമിത പരാക്രമിയുമാണ് അവൻ. തേജസ്, യശസ്, ബുദ്ധി, ബലം, അഭിജാത്യം ഇവയിൽ ഇവൻ പർവ്വതങ്ങളിൽ ഹിമവാൻ എന്ന പോലെ സകലരിലും മികച്ചവനാണ്. പർവ്വതങ്ങളാൽ ദുഷ്പ്രവേശവും ദുർഗമവും ഗുഹകളോടും കൊടുങ്കാടോടും കൂടിയതുമായ കിഷ്കിന്ധയിൽ
പ്രധാന യുധപതികളോടൊത്ത് ആണ് ഇവൻ വസിച്ചിരുന്നത്. 100 താമരയോടുകൂടിയ കഞ്ചനമാല, ദേവന്മാരും മനുഷ്യന്മാരും കുറിക്കുന്ന ലക്ഷ്മി വാഴുന്ന മാല ഇതാ അവൻ ചാർത്തിയിരിക്കുന്നു. രാമൻ ബാലിയെ കൊന്ന് ഈ മാലയും തലയെയും ശാശ്വതമായ ആ വനര രാജ്യത്തെയും ഈ സുഗ്രീവനാണ് നൽകിയത്. 100,000 ചേർന്നാൽ കോടി എന്ന് മനീഷികൾ പറയുന്നു. 100,000 കോടി കൂടിയാൽ ശംഖു എന്നറിയപ്പെടുന്നു. 100,000 ശംഖു ചേർന്നാൽ മഹാശംഖു എന്നറിയപ്പെടുന്നു. 100,000 മഹാശംഖു ചേർന്നാൽ ഒരു വൃന്ദം എന്നറിയപ്പെടുന്നു. 100,000 വൃന്ദങ്ങൾ ചേർന്നാൽ മഹാവൃന്ദം. 100,000 മഹാവൃന്ദം ചേർന്നാൽ ഒരു പത്മം. 100,000 പത്മം കൂടിയാൽ ഒരു മഹാപത്മം. 100,000 മഹാപത്മം ചേർന്നാൽ ഒരു ഗർവം. 100,000 ഗർവം കൂടിയാൽ മഹാഗർവം. 100,000 മഹാഗർവം ചേർന്നാൽ ഒരു സമുദ്രം. 100,000 സമുദ്രം ചേർന്നാൽ അതിന് ഓഖം എന്ന് പേര്. 100,000 ഓഖം കൂടിയാൽ മഹൗഖം എന്ന് പേര്. അങ്ങനെ 1000 കോടിയും 100 ശംഖവും 1000 മഹാശംഖവും 100 വൃന്ദവും 1000 മഹാവൃന്ദവും 100 പത്മവുമായി 1000 മഹാപത്മവും 100 ഗർവവും 1000 സമുദ്രവും 100 മഖൗഖവും സമുദ്രത്തിന് തുല്യമായ കോടി മഖൗഖവുമായ പടയോടൊത്ത് ആ മന്ത്രിമാരോടും കൂടി വിഭീഷണ വീരനോടും ഒക്കെ കൂടിയാണ് ഈ സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ ഇവിടേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ മഹാരാജാവേ, കത്തിക്കാളുന്ന ഗ്രഹങ്ങളോടൊത്ത് അടുത്തെത്തിയ ഈ വൻപടയെ നോക്കിക്കണ്ട് പരാജയം ഭവിക്കാതെ വിജയം വരിക്കാൻ കഴിയുമാറ് വേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങക്ക് ദുഃഖമുണ്ടാകും എന്ന് ആ ശുകൻ രാവണനോട് പറയുന്നതോടുകൂടിയാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.